ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 3 മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള 30 പോയിൻറ്റ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്ന് 3 മാർക്കോളം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ PDF വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലോട്ട് വരണം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ PSC Basics 1 എന്ന് സെർച്ച് ചെയ്താൽ മതി, ജോയിൻ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ PDF എടുക്കാം. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരൊറ്റ തവണ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പിന്നെ പഠിക്കേണ്ടിയേ വരത്തില്ല, അത് ഉറപ്പാണ്. തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഏപ്രിലിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ പുതിയ ബിൽ ഏതാണ്? ക്വസ്റ്റ്യൻ എന്താണ്? 2025 ഏപ്രിലിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ പുതിയ ബില്ല് ഏതാണ്? ദ ബിൽസ് ഓഫ് ലോഡിംഗ് ബില്ലാണ്. ലോഡിംഗ് അല്ല, ലേഡിംഗ് ബിൽ 2025. ഇത് മറ്റൊരു രീതിയിലായിരിക്കും PSC ചോദിക്കുന്നത്. ദ ബിൽസ് ഓഫ് ലേഡിംഗ് ബിൽ 2025 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1856 പഴയ ഇന്ത്യൻ ബിൽ ഓഫ് ലേഡിംഗ് നിയമത്തിന് പകരമായി നിലവിൽ വന്ന ബില്ലാണ് ദ ബിൽ ഓഫ് ലേഡിംഗ് ബിൽ 2025. ഇത് ഷിപ്പിംഗ് രേഖകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ആധുനികവൽക്കരിക്കാനും ലളിതമാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ 1856 ഇന്ത്യൻ ബിൽ ഓഫ് ലേഡിംഗ് നിയമത്തിന് പകരമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഷിപ്പിംഗ് രേഖകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മോഡിഫൈ ചെയ്തതും ലളിതമാക്കിയതും ഒക്കെ ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഹോൺ ബിൽ സംരക്ഷണ മികവിൻ്റെ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹോൺ ബിൽ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത് തമിഴ്നാടാണ്. കോയമ്പത്തൂർ ജില്ലയിലെ ആനമലൈ കടുവ സങ്കേതത്തിലാണ് ഈ കേന്ദ്രം ആരംഭിച്ചത്. അപ്പം ഏത് ജില്ലയിലാണ്? കോയമ്പത്തൂർ ജില്ലയിൽ ആനമലൈ കടുവ സങ്കേതത്തിലാണ് ഈ ഒരു കേന്ദ്രം, ഹോൺ ബിൽ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത്. അതായത് ഹോൺ ബില്ലുകളെ സംരക്ഷിക്കുക, അവയുടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, സമൂഹത്തെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. നെക്സ്റ്റ്, തേർഡ് പോയിന്റ്, 2025 ഏപ്രിലിൽ ഗ്രീൻ ഹൈഡ്രജൻ വാലി പ്രഖ്യാപനം പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? എന്താണ് ചോദ്യം? 2025 ഏപ്രിലിൽ ഗ്രീൻ ഹൈഡ്രജൻ വാലി പ്രഖ്യാപനം പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പം എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ എന്നുദ്ദേശിക്കുന്നത്? ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിലും നവീകരണത്തിലും സംസ്ഥാനത്തെ മുൻനിരയിലെത്തിക്കാനാണ് ഈ പ്രഖ്യാപനം ലക്ഷ്യമിടുന്നത്. 2029 കൂടി 5 ജിഗാവാട്ട് ഇലക്ട്രോലൈസർ നിർമ്മാണ ശേഷിയും പ്രതിവർഷം 1.5 ദശലക്ഷം മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനവും കൈവരിക്കാൻ ആന്ധ്രാപ്രദേശ് ലക്ഷ്യമിടുന്നു. അപ്പോൾ എക്സാമിന് ഗ്രീൻ ഹൈഡ്രജൻ വാലി പ്രഖ്യാപനം നടത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശാണ്. അടുത്ത പോയിന്റ്, ഗ്രീൻ ഹൗസ് വാതക ഉദ്വമന തീവ്രത GEI ടാർജറ്റ് നിയമങ്ങൾ 2025 ഏത് മന്ത്രാലയമാണ് വിജ്ഞാപനം ചെയ്തത്? അപ്പം എന്തായാലും ഗ്രീൻ ഹൗസ് ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ അതെന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? പരിസ്ഥിതി കാലാവസ്ഥയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. സോ അവിടെ നമുക്ക് കണക്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ്? പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയമാണ് ഗ്രീൻ ഹൗസ് വാതക ഉദ്വമന തീവ്രത ടാർഗറ്റ് നിയമങ്ങൾ 2025 വിജ്ഞാപനം ചെയ്തത്. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് ആണ്. ആ പോയിന്റ് പറയുന്നതിന് മുന്നേ ഈ ഒരു അതായത് ഗ്രീൻ ഹൗസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു നിയമം കൊണ്ടുവന്നത് 2025 ഏപ്രിൽ 16 അത് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിൻ്റെ ഭാഗമായി ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്വമനം നിയന്ത്രിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങളാണ് ഈ നിയമങ്ങളിൽ പറയുന്നത്. അടുത്തത്, ഇന്ത്യ ആരംഭിച്ച മറൈൻ ഫിഷറീസ് സെൻസസ് എത്രാമത്തേതാണ്? അപ്പോൾ ഇന്ത്യയിൽ
ഇപ്പോൾ അടുത്തിടെ 2025 ഒരു മറൈൻ ഫിഷറി സെൻസസ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് എത്രാമത്തേതാണ്? 5ാമത്തേതാണ്. ഈ സെൻസസിന്റെ പ്രധാന പ്രത്യേകത ഇത് പൂർണ്ണമായും ഡിജിറ്റൽ സമീപനത്തിലേക്ക് മാറിയതാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ്, എത്രാമത്തെ മറൈൻ ഫിഷറി സെൻസസ് ഡിജിറ്റൽ ആക്കുന്നത് എപ്പോ? അതായത് എന്ന് മുതൽ? 2025 മുതൽ 5ാമത്തെ സെൻസസ് ആണിത്. ഇതാണ് ആദ്യമായിട്ട് പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് മാറിയത്. സമുദ്ര മത്സ്യബന്ധനം സമൂഹങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് മറൈൻ ഫിഷറി സെൻസസ് നടത്തുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മറൈൻ ഫിഷറി സെൻസസ് നടത്തുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ സമുദ്ര മത്സ്യബന്ധന സമൂഹങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര വിവരത്തിന് വേണ്ടിയിട്ടാണ്. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ തോറിയം മോൾട്ടൻ സാൾട്ട് റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ തോറിയം മോൾട്ടൻ സാൾട്ട് റിയാക്ടർ ആരംഭിച്ചത് ചൈനയാണ്. ചൈനയിലെ വുയി സിറ്റിയിൽ, അതായത് ഗോബി മരുഭൂമിയിലാണ് ഈ റിയാക്ടർ ആരംഭിച്ചത്. ശുദ്ധമായ ആണവോർജത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ആണവോർജവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് തോറിയം മോൾട്ടൻ സാൾട്ട് റിയാക്ടർ ആരംഭിച്ചത് ഏത് രാജ്യമാണ്? ലോകത്തിൽ ആദ്യമായിട്ട് ചൈനയാണ്. ചൈനയിലെ ഗോബി മരുഭൂമിയിലാണ് ഈ ഒരു റിയാക്ടർ ആരംഭിച്ചിരിക്കുന്നത്. ലോക പ്രതിരോധ വാരം 2025 ആചരിച്ചത് എന്ന് മുതൽ എന്ന് വരെയാണ്? ലോക പ്രതിരോധം, വേൾഡ് മൊത്തത്തിലൊരു പ്രതിരോധ വീക്ക് തന്നെ ആചരിച്ചു 2025. അത് എന്ന് മുതൽ എന്ന് വരെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഏപ്രിൽ 24 മുതൽ 30 വരെയാണ് ആചരിച്ചത്. ലോക പ്രതിരോധ വാരം 2025 ആചരിച്ചത് ഏപ്രിൽ 24 മുതൽ 30 വരെ. ലോകാരോഗ്യ സംഘടനയാണ് ഈ വാരം ആചരിക്കുന്നത്. എല്ലാവർക്കും പ്രതിരോധം മനുഷ്യ സാധ്യമാണ്. ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ എന്നാണ്. എല്ലാവർക്കും പ്രതിരോധം മനുഷ്യ സാധ്യമാണ് എന്നതാണ് ഈ വർഷത്തെ തീം. പ്രതിരോധ കുത്തിവെപ്പുകളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു വാരത്തിന്റെ ലക്ഷ്യം. ലോക പ്രതിരോധ വാരം 2025 ആചരിച്ചത് ഏപ്രിൽ 24 മുതൽ 30 വരെയാണ്. അടുത്തത്, അതിന്റെ തീം മനസ്സിലാക്കുക. എല്ലാവർക്കും പ്രതിരോധം മനുഷ്യ സാധ്യമാണ്. അടുത്തത്, വംശനാശ ഭീഷണി നേരിടുന്ന ഹിമാലയൻ കസ്തൂരിമാനിന്റെ സംരക്ഷണ പ്രജനനത്തിലെ വിടവെടുത്ത് കാണിച്ച റിപ്പോർട്ട് പുറത്തിറങ്ങിയ വർഷം ഏതാണ്? 2024 2024 വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ്, അല്ലെങ്കിൽ ഒരു ജന്തുവാണ് ഹിമാലയൻ കസ്തൂരിമാൻ. ഇതിന്റെ സംരക്ഷണ പ്രജനനത്തിൽ ഒരുപാട് വിടവുണ്ടെന്ന് കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ റിപ്പോർട്ട് ഏത് വർഷമാണ്? 2024. സെൻട്രൽ സൂ അതോറിറ്റിയാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത്. ഹിമാലയൻ കസ്തൂരിമാന്റെ സംരക്ഷണത്തിനായി കൂടുതൽ ശ്രദ്ധയും പ്രജനന പരിപാടികളും ആവശ്യമാണെന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അടുത്തത്, ഏത് ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ ആക്രമാൻ ഓപ്പറേഷൻ ആക്രമാൻ സൈനികാഭ്യാസം നടത്തിയത്? പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യൻ വ്യോമസേന, ഇത് പഠിച്ചു വെക്കണം, ഇന്ത്യൻ വ്യോമസേനയാണ് ഇങ്ങനെ ഒരു സൈനികാഭ്യാസം നടത്തിയത്. ഓപ്പറേഷൻ ആക്രമാൻ എന്നാണ്. ഓപ്പറേഷൻ ആക്രമൺ എന്നാണ് സൈനികാഭ്യാസത്തിന്റെ പേര്. ദെൻ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യൻ വ്യോമസേന ഈ സൈനികാഭ്യാസം നടത്തിയത്. 2025 ഏപ്രില് സ്വർണ്ണവില വർധനവിന് കാരണമായ, നിങ്ങൾക്കറിയാം ഇപ്പോൾ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു ഫാക്ടറാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇത്രയും കൂടുന്നത്? ഇതിന്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ഭൗമ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ. നിലവിലുള്ള മൊത്തത്തിലുള്ള ലോകത്തിലുള്ള രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ, US ഡോളറിന്റെ ബലഹീനത, സെൻട്രൽ ബാങ്കുകളുടെ സ്വർണ്ണ ശേഖരണം. സെൻട്രൽ ബാങ്കുകളിലൊക്കെ സ്വർണ്ണ ശേഖരണം ഉണ്ട്. US ഡോളറിന്റെ ബലഹീനത, ഭൗമ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളൊക്കെയാണ് ഏപ്രിലിൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണ്ണ വില വർദ്ധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഈ 3 ഘടകങ്ങളും ആഗോള സാമ്പത്തിക അസ്ഥിരതയെയും നിക്ഷേപകരുടെ സുരക്ഷിത നിക്ഷേപങ്ങളോടുള്ള താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം മിക്കുള്ള ആൾക്കാരും സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കുന്ന ഒരു നിക്ഷേപമായിട്ട് ഗോൾഡ് മാറിയിരിക്കുന്നതാണ്.
അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം ഏതാണ്? അത് ഗാസിയാബാദാണ്. സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയത്. അതായത് സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ടെർഷ്യറി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനായിട്ട് 150 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗാസിയാബാദ് ഈ ഒരു ബോണ്ട് പുറത്തിറക്കിയത്. സുസ്ഥിര നഗര അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ് സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് വേവ്സ് 2025 ആതിഥേയ നഗരം ഏതാണ്? നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇന്ത്യയിൽ മുംബൈയിൽ വെച്ചിട്ടാണ് നടന്നത്. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് 2025 ആതിഥേയ നഗരം മുംബൈ ആണ്. മെയ് 1 മുതൽ 4 വരെ മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെൻറ്ററിലാണ് ഇത് നടന്നത്. ഇതെന്താണ് വേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആനിമേഷൻ, വിഷ്വൽ എഫക്റ്റ്, ഗെയിമിംഗ്, കോമിക്സ്, എക്സ്റ്റൻഡഡ് റിയാലിറ്റി മേഖലകളിൽ ഇന്ത്യയുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ഉച്ചകോടിയുടെ ലക്ഷ്യം. അപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഇതായിരിക്കും: ആനിമേഷൻ, വിഷ്വൽ എഫക്റ്റ്, ഗെയിമിംഗ്, കോമിക്സ്, എക്സ്റ്റൻഡഡ് റിയാലിറ്റി മേഖലകളിൽ ഇന്ത്യയുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2025 നടത്തിയ ഉച്ചകോടി അതേതാണ്? വേവ്സ് 2025 ആണ്. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് എന്നാണ് അതിൻ്റെ പേര്. അടുത്തത്, പ്രവാഹ് പോർട്ടൽ ആരംഭിച്ചത് ഏത് സ്ഥാപനമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച പോർട്ടലിൻ്റെ പേരാണ് പ്രവാഹ്. PRAVAH. അതാണ് പോർട്ടൽ. ഇത് ആരംഭിച്ചത് ഏത് സ്ഥാപനമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, ഇസ്രായേൽ ഇറാന്റെ ആണവ കമാൻഡ് സൈറ്റുകളിൽ നടത്തിയ മുൻകരുതൽ വ്യോമാക്രമണങ്ങൾക്ക് ഇറാന്റെ നേരിട്ടുള്ള പ്രതികരണമായി ഇറാൻ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ആ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ഇസ്രായേൽ ഇറാന്റെ ആണവ കമാൻഡ് സൈറ്റുകളിൽ നടത്തിയ മുൻകരുതൽ വ്യോമാക്രമണങ്ങൾക്ക് ഇറാന്റെ നേരിട്ടുള്ള പ്രതികരണമായി ഇറാൻ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്നത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ നടത്തിയ നേരിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്? അത് നമ്മളെ ഇറാൻ ഇസ്രയേലിനെ നേരിൽ ആക്രമിച്ചതാണ്. മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നത്. ഫോർഡോ, നറ്റാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് US ഈ ഓപ്പറേഷൻ നടത്തിയത്. ഈ ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫോർഡോ ഏത് രാജ്യത്തെ സ്ഥലമാണെന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫോർഡോ, നറ്റാൻസ്, ഇസ്ഫഹാൻ ഈ 3 ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടാണ് US ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നത് നടത്തിയത്. ഇതൊക്കെ ജസ്റ്റ് പത്രം വായിക്കുമ്പോൾ കിട്ടുന്ന നമുക്കുള്ള നോളജാണ്. ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1. ഈ ആദിത്യ L1 2025 മാർച്ചിൽ എന്തോ ഒരു ചിത്രം ആദ്യമായിട്ട് പകർത്തി ചരിത്രം സൃഷ്ടിച്ചു. എന്താണത്? അതായത് സൂര്യൻ്റെ സൗരജ്വാലയും കേർണലും. സൂര്യൻ്റെ ലെയറാണ് കേർണൽ. ഈ കേർണലിൻ്റെയും സോളാർ ഫ്ലെയറിൻ്റെയും ചിത്രം പകർത്തിയാണ് ചരിത്രം സൃഷ്ടിച്ചത്. അതായത് ആദ്യമായിട്ടാണ് ഈ ഒരു ചിത്രം ഒരു സൗരദൗത്യം എടുക്കുന്നത്. അത് നമ്മുടെ ആദിത്യ L1 ആണ്. എന്തൊക്കെയാണ്? സോളാർ ഫ്ലെയർ, സൗരജ്വാലയും കർണലും. സൂര്യൻ്റെ രഹസ്യങ്ങൾ പഠിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ഇത് ആദിത്യ L1.
2025 മാർച്ചിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ നിലവിൽ 239 ദശലക്ഷം ടൺ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആഗോള പാൽ ഉൽപാദനത്തിന്റെ 24% സംഭാവന ചെയ്യുന്നത് ഇന്ത്യയാണ്. അപ്പോൾ 2025 മാർച്ചിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ഇന്ത്യ മൊത്തം ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ ഉൽപാദനത്തിന്റെ 24% സംഭാവന ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. 2025 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു രാജ്യത്തിന്റെ ഹോണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് ലഭിച്ചു. ഏതാണ് ആ രാജ്യം? അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഹോണററി ഓർഡർ കിട്ടി എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതേതാണ്? അത് ബാർബഡോസ് എന്ന രാജ്യത്തിൻ്റെതാണ് കിട്ടിയത്. അതായത് COVID-19 മഹാമാരിയുടെ സമയത്ത് അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ബാർബഡോസ് എന്ന് പറയുന്ന രാജ്യത്തിന് ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് 2025 നരേന്ദ്രമോദിയെ ബാർബഡോസ് എന്ത് ചെയ്തത്? ആദരിച്ചത്. ഹോണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് എന്ന ഇത് കൊടുത്തിട്ട് ആണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിനെ അംഗീകരിച്ചത്, അല്ലെങ്കിൽ ആ ഒരു ബഹുമതി നൽകിയത്. നെക്സ്റ്റ്, 2025 മാർച്ചിൽ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ സമുദ്ര ഡിജിറ്റലൈസേഷൻ, ഡീകാർബണൈസേഷൻ എന്നിവയിൽ സഹകരിക്കുന്നതിനായി ഒപ്പുവെച്ച കരാറാണ് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് LOI എന്നത്. അപ്പം എന്താണ്? ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ എന്തൊക്കെയായിട്ടാണ് സഹകരിക്കുന്നത്? സമുദ്ര ഡിജിറ്റലൈസേഷൻ, ഡീകാർബണൈസേഷൻ ഇതുമായി സഹകരിക്കുന്നതിന് വേണ്ടി ഒപ്പുവെച്ച കരാറാണ് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ്. സിംഗപ്പൂർ മാരിടൈം വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കരാർ ഒപ്പുവെച്ചത്. ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ലക്ഷ്യമിടുന്നു. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ചോദിക്കുവാണ്, ഈ അടുത്ത് ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കാൻ 2 രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ടു. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? അല്ലെങ്കിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? അത് ഇന്ത്യയും സിംഗപ്പൂരുമാണ്. അപ്പോൾ ഡീകാർബണൈസേഷൻ കുറയ്ക്കുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ഒപ്പുവെച്ച കരാറിന്റെ പേരാണ് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് എന്നത്. 2025 മാർച്ചിൽ നമ്മുടെ തമിഴ്നാട് സർക്കാർ അവരുടെ സംസ്ഥാന ബഡ്ജറ്റിൽ ഇന്ത്യൻ രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴക്ഷരം ഉപയോഗിച്ചു. റൂ എന്ന തമിഴക്ഷരമാണ് ഉപയോഗിച്ചത്. ഏതാണ്? റൂ എന്ന തമിഴക്ഷരം. തമിഴ് ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് ചെറുക്കുന്നതിനും വേണ്ടിയാണ് ഈ നടപടി നടത്തിയത്. അപ്പോൾ ചോദിക്കുവാണ്, ഏത് സംസ്ഥാന സർക്കാരാണ് തങ്ങളുടെ സംസ്ഥാന ബജറ്റിൽ ഇന്ത്യൻ രൂപയുടെ ചിഹ്നത്തിന് പകരം അവരുടെ ഭാഷാ അക്ഷരം ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ തമിഴാണ്. തമിഴിൽ റൂ എന്നതാണ് റുപ്പിക്ക് പകരം ഉപയോഗിച്ചത്. അത് തമിഴ് ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. 2025 മാർച്ചിൽ സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം, ഒരു സംസ്ഥാനം സ്വന്തമായിട്ട് ഉപഗ്രഹം വിക്ഷേപിച്ചു. അത് ഏതാണ്? അത് അസാമാണ്. അസാം സാറ്റ് എന്നാണ് ഈ ഉപഗ്രഹത്തിന്റെ പേര്. നിർണായക സാമൂഹിക സാമ്പത്തിക സംരംഭങ്ങൾക്കുള്ള ഡാറ്റ ലഭ്യത വർദ്ധിപ്പിക്കാനും അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്താനുമാണ് ഈ അസാം സാറ്റ് ലക്ഷ്യമിടുന്നത്. 2025 മാർച്ചിൽ നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫി 2025 വിജയികൾ ആരാണ്? ICC ചാമ്പ്യൻസ് ട്രോഫി 2025 വിജയികൾ ഇന്ത്യയാണ്. ഈ ടൂർണമെന്റിന്റെ 9ാമത്തെ പതിപ്പായിരുന്നു. പാകിസ്ഥാനും UAEയും ചേർന്നാണ് ആതിഥ്യം വഹിച്ചത്. ന്യൂസിലൻഡ് ആയിരുന്നു റണ്ണേഴ്സ് അപ്പ്. അപ്പോൾ ICC ചാമ്പ്യൻസ് ട്രോഫി നടന്നത് പാകിസ്ഥാനിലും UAEയിലുമായിട്ടാണ്. ഇതിൽ വിജയികളായത് ഇന്ത്യയാണ്. ന്യൂസിലൻഡാണ് റണ്ണേഴ്സ് അപ്പായി മാറിയത്. 2025 മാർച്ചിൽ 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണ്. വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 2025 മാർച്ചിൽ 59ാമത് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത്. ഹിന്ദി സാഹിത്യത്തിന് അതായത് ഹിന്ദി സാഹിത്യത്തിന് നൽകിയ മികച്ച സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്.
2025 മാർച്ചിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്നാൽ NSO ആണ്, പുറത്തിറക്കിയ വാർഷിക പ്രസിദ്ധീകരണമാണ് എനർജി സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യ 2025. ഊർജ്ജശേഖരം, ശേഷി, ഉൽപാദനം എന്നിവയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഈ ഒരു റിപ്പോർട്ട് നൽകുന്നത്. എനർജി സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യ 2025. 2025 മാർച്ചിൽ മ്യാൻമാറിനെയും തായ്ലൻഡിനെയും ബാധിച്ച ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ ആരംഭിച്ച ദുരിതാശ്വാസ പ്രവർത്തനം ഏതാണ്? മ്യാൻമാറിനെയും തായ്ലൻഡിനെയും ബാധിച്ച ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം കൊണ്ടുവന്നു. അതാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്നത്. ഓപ്പറേഷൻ ബ്രഹ്മ ദുരിതബാധിത പ്രദേശങ്ങളിൽ അടിയന്തര മാനുഷിക സഹായം എത്തിക്കുക എന്നതാണ് ഓപ്പറേഷൻ ബ്രഹ്മയുടെ ലക്ഷ്യം. മ്യാൻമാറിനെയും തായ്ലൻഡിനെയും ബാധിച്ച ഭൂകമ്പത്തിന് ശേഷമാണ് ഈ ഒരു സഹായം ഇന്ത്യ ആരംഭിച്ചത്. ലാസ്റ്റ് 30ാമത്തെ പോയിന്റാണ്. 2025 മാർച്ചിൽ നടന്ന എക്സൈസ് ഇനിയോചോസ് എന്നത് 2025 ആണ്. ഇത് ഏത് ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സേനാ വിഭാഗം ഏതാണ്? ഇന്ത്യൻ വ്യോമസേനയാണ്. ഗ്രീസിലെ ഹെല്ലനിക് വ്യോമസേന ആതിഥേയത്വം വഹിക്കുന്ന ദ്വിവത്സര ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇനിയോചോസ്. ഗ്രീസാണ് ഗ്രീസ്. ഗ്രീസിലെ ഹെല്ലനിക് വ്യോമസേനയാണ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയും കൂടി പങ്കെടുത്തു. ഓക്കെ, ഈ 30 പോയിന്റ്സിൽ ഒരു 3 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയും ഒത്തിരി പോയിന്റ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് മുന്നേ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.